ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡ് എന്നല്ല, മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ഒരു നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ഒരു 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 ന്യൂസില്ലേ, ആ ന്യൂസിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചത്. ജെയിൻ സ്ട്രീറ്റ് എല്ലാവരും കേട്ട് കാണും അല്ലേ? ജെയിൻ സ്ട്രീറ്റ് സ്കാം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളിപ്പം കേട്ട് കാണും. അപ്പോൾ അതെന്താണ്, പല വീഡിയോകളും വരുന്നുണ്ട്, ചിലത് മിക്കവാറും എല്ലാം ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഒന്നോ രണ്ടോ വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് പുതുതായിട്ട് വന്നവർക്ക് അത് എന്താണെന്ന് വെരി വെരി സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറയാൻ മതി. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയുന്നത് മാനിപ്പുലേഷൻ. അപ്പം ആ മാനിപ്പുലേറ്റ് ചെയ്തതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, എങ്ങനെയാണ് മാനിപ്പുലേറ്റ് മാർക്കറ്റിനെ ചെയ്തത് എന്ന് കാണിക്കുന്നത്. ഞാനത് ചാർട്ട് കൂടെ എടുത്ത് വെച്ചിട്ട് ചാർട്ടിനകത്തിൽ കൂടെ കാണിക്കാം അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. പിന്നെ സെബി അതിൻ്റെ ഒരു 105 പേജുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് 1-2 കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ചാർട്ടും കൂടെ വെച്ച് കാണിച്ചിട്ട് ഇതെന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട്, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. ഇങ്ങനെ പല എക്സ്പയറി ഡേയിൽ അവർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ ഒരു എക്സാമ്പിൾ നമ്മുടെ ചാർട്ടിനകത്തിലെടുത്തിട്ട് എന്താ സംഭവിച്ചത് കാണിക്കാം. അപ്പോൾ പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മളിങ്ങനെ ഈ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറില്ല, ചില സമയത്ത് പറയാറില്ല ഇത് സ്കാമാണ്, ഓപ്പറേറ്റർ പ്ലേ ആണെന്നൊക്കെ പറയാറില്ലേ. അപ്പം അതെന്താണ് എന്ന് നിങ്ങൾക്കിപ്പം ഒരു എവിഡൻസ് കൂടെ കിട്ടി നമുക്ക് ഇല്ലേ. അപ്പോൾ ആ എവിഡൻസ് സഹിതം നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി. നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഭാഷയിൽ അതെന്താ സംഭവിച്ചതെന്ന് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ നടക്കുന്ന ഈ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് അറിഞ്ഞിരിക്കണമല്ലോ, എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണമല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളോട് നാളെ ചോദിക്കുക എന്താ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മറുപടി പറയുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാനിത് കാണിച്ചു. അപ്പം അതിൻ്റെ ആദ്യം ഒരു സമ്മറി ഞാൻ പറയാം, അതിനുശേഷം നമുക്ക് ചാർട്ടിനകത്തോട് വരാം. ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് അല്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന ജെയിൻ സ്ട്രീറ്റ്. ഓക്കെ, അവർക്ക് ഗ്ലോബലി ധാരാളം രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള ഫേംസ് ഉണ്ട്. അവരൊക്കെ ഇതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധാരാളം ഇന്ത്യയിലും മറ്റ് മലേഷ്യയിലും സിംഗപ്പൂരിലും അങ്ങനെ പലയിടത്തും പല ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇവരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവർ കൂടുതലും ചെയ്യുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ട്രേഡിങ്ങുകളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് പറയാം. ഇതൊരു 2-3 വർഷത്തിന് മുമ്പേ വരെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം സെബി ഇങ്ങനെ ഇത് സ്ക്രൂട്ടൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയിൽ മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി സ്റ്റോക്കുകൾ അല്ലെ ഫ്യൂച്ചേഴ്സുകൾ മേടിച്ച് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് 10-500-600 പോയിന്റ്, ബാങ്ക് നിഫ്റ്റിയിൽ 10-500-600 പോയിന്റ് മേലോട്ട് പർപ്പസ്ഫുള്ളി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു സമയം കഴിയുമ്പോൾ പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ പൊട്ടിക്കുന്നതിന് മുന്നേ അവർ പുട്ട് ഓപ്ഷൻസ് വാങ്ങിക്കുകയോ കോൾ ഓപ്ഷൻസ് സെല്ല് ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റിനെ മനഃപൂർവ്വം പൊട്ടിച്ച് അവസാനം അവർ ധാരാളം ലാഭം കൊയ്യുന്നു. ഓക്കെ, ഇതാണ് അവർ ചെയ്ത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവർ സംഭവിക്കുന്നത്. രാവിലെ മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റുന്നു, മുകളിൽ ചെല്ലുമ്പോൾ അവർ പുട്ട് ഓപ്ഷൻ മേടിക്കുന്നു, എന്നിട്ട് അല്ലെങ്കിൽ അവിടെ കോൾ സെല്ല് ചെയ്യുന്നു, അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു. ഇതിനകത്തൊക്കെ പെട്ടുപോകുന്ന പണ്ട് ഞാൻ ഒരു 3-4 മാസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്യാഷ് മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് F&A മാനേജ് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. അന്ന് ഞാനത് പറഞ്ഞപ്പം കുറേ ആൾക്കാർ എന്നെ പൊങ്കാലയിട്ടു, അങ്ങനെ നടക്കുന്ന കാര്യമില്ല എന്നുള്ളത്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൻ്റെ സെബി തന്നെ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനുള്ള എക്സാമ്പിൾ സഹിതം മാർക്കറ്റിൽ ഇപ്പം അങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നടന്നത്. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് ആദ്യം ഞാൻ സെബിയുടെ ആ റിപ്പോർട്ട് നിങ്ങളെ കാണിക്കാം, അതിനുശേഷം ഞാൻ ചാർട്ടിലൂടെ വരാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് സെബിയുടെ റിപ്പോർട്ടിന് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പേജാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ വരച്ചുകൂടെ ഒന്ന് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. ഒരു മിനിറ്റ്, ഞാൻ പേന എടുത്തോട്ടെ. ഓക്കെ,
അപ്പം ഇതിനകത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരുടെ ഒരു ഫേമാണ്. അവർ ഫേം പല രീതികളിൽ അവരുടെ പല പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. ജെയിൻ സ്ട്രീറ്റ്, ഏഷ്യ ട്രേഡിംഗ്, JS12 ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പല കമ്പനികളാണ്, പല പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ സെബി കണ്ടുപിടിച്ചത് ഈ കമ്പനികളെല്ലാം പലതാണെങ്കിലും ഒറ്റ എൻറ്റിറ്റിയുടെ അണ്ടറിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഒരു മാനിപ്പുലേഷൻ ആണെന്ന് സെബി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അവർ നോക്കിക്കഴിഞ്ഞാൽ ഈ പീരീഡിൽ അവർ സെബി കണ്ടുപിടിച്ച എനിക്ക് ഒരു 6 മാസത്തെ 3 മാസത്തെ ആ ഒരു പീരീഡ് അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. കറക്റ്റ് ഡ്യൂറേഷൻ ഓർക്കുന്നില്ല. അതിനകത്തിൽ ഇവർ 36,502 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. 36,502 രൂപ ആ സെബി കണ്ടെത്തിയ, എനിക്കൊന്ന് 6 മാസമാണെന്ന് തോന്നുന്നു, കണ്ടെത്തിയ ആ പീരീഡിനകത്തിൽ ഇത്രയും പൈസ അവർ ടോട്ടൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കി. 43,289 കോടി രൂപ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതിൽ ലോസ് വന്നതാണ് ചില്ലറ. ഈ ബ്രാക്കറ്റിൽ കാണുന്നതൊക്കെ ലോസാണ്. 190 കോടി, 7,208 കോടി, 258 കോടി, ഇതെല്ലാം ലോസാണ്. ആ ലോസിന് ശേഷമുള്ള ഫിഗറാണ് ഈ പറയുന്ന 36,502 കോടി. ഒരു മിനിറ്റ്, ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ, ഒരു ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. എത്ര എന്ന് വരെയാണെന്നുള്ള ചിലപ്പോൾ ഇവിടെ കാണും. അതാ ഇത് പീരീഡ് ഓഫ് ഫ്രം 1 ജനുവരി 2023 മുതൽ 31/2025 വരെ. ഓക്കെ, ഇതാണ് ഇവർ കണ്ടുപിടിച്ചേക്കുന്നത്. 2023 മുതൽ 31/2025 വരെ ഉള്ള കാലയളവിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റാണ് ഈ പറയുന്ന ഈ സംഗതി, ഇത്രയും പൈസ. ഓക്കെ, ഇതിനേക്കാളൊക്കെ കൂടുതലാണ്. ഇപ്പോൾ സെബിയുടെ കണ്ണിപ്പെട്ടത് മാത്രമാണിത്. ഇത് കണ്ണിപ്പെടാത്ത ധാരാളം സാധനങ്ങൾ കാണും. ഓക്കെ, അപ്പം അവിടെ നമുക്ക് കൂടി വരാം. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇവർ നോക്കിക്കേ, അത് നമുക്ക് ചാർട്ടിനകത്ത് വന്നെങ്കിൽ അത് വേറെ ഞാൻ കാണിച്ചു തരാം. ഇൻഡെക്സ് ഓപ്ഷൻ, അത് ഇവിടെ നോക്കിക്കേ, ഇത് ടോട്ടൽ പ്രോഫിറ്റ് ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്തിട്ട് 7,650 രൂപ അവരുണ്ടാക്കി. ഓക്കെ, 168 രൂപ അപ്പോൾ തന്നെ നഷ്ടം വന്നു. പിന്നെ ഇത് പല കമ്പനികളാണ്, ഓരോ കമ്പനികളാണ്. ഈ കമ്പനി 4,650 കോടി രൂപ ലാഭം ഉണ്ടാക്കി, 7,650 കോടി രൂപ. രണ്ടാമത്തെ കമ്പനി 128 ലോസ് ഉണ്ടാക്കി. ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അടുത്ത കമ്പനി പിന്നെ 4,392 കോടി രൂപ ലാഭം ഉണ്ടാക്കി. അടുത്ത വേറൊരു കമ്പനി, സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി, 31,415 കോടി രൂപ ലാഭം ഉണ്ടാക്കി. ഓക്കെ, ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പം ഇവിടെ നോക്കിക്കുക, ടോട്ടൽ പ്രോഫിറ്റ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചറിനകത്തിൽ ഒരു ഫ്യൂച്ചറിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്താൽ ഇത് ഫ്യൂച്ചർ വാങ്ങിക്കുന്നു, ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മേലോട്ട് ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പുട്ട് ബൈ ചെയ്യുന്നു. അപ്പോൾ പുട്ട് ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകും, ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോഴോ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് ഇവർ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം വേറൊരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ പീരീഡിൽ ഇവർ ഇത്രയും 36,502 രൂപ കോടി രൂപ ഇവർ ലാഭം ഉണ്ടാക്കി. ഇവർക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കേസിനതിൽ ആകെ 7,500 കോടി രൂപയ്ക്ക് അടുത്തങ്ങാണ്ടേ ഉള്ളൂ നഷ്ടം. 7,500 രൂപ കോടി നഷ്ടം സഹിച്ചപ്പം 36,000 കോടി രൂപ അവർക്ക് ലാഭം കിട്ടി. മൊത്തം അവർക്ക് 43,000, ഇവിടെ ലാഭം കിട്ടിയത് 43,289 കോടി രൂപയാണ്. എങ്കിൽ ഇവർ നഷ്ടം വന്നത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 36,502. നമ്മളിപ്പോൾ ഹീറോ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കത്തില്ലേ, ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ അത്രയും പോകും. ചിലപ്പോൾ 10 രൂപയുടെ നമ്മളൊരു ഓപ്ഷൻ, 10 രൂപയ്ക്ക് ഒരു ഓപ്ഷൻ മേടിച്ചെന്ന് വിചാരിച്ചു, 10 രൂപയുടെ 2 പുട്ടും കോളും നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചു ഇല്ലേ. ഏതെങ്കിലും ഒരു സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് അങ്ങ് പറക്കും, നഷ്ടം ഈ 10 രൂപ മാത്രമേ ഉള്ളൂ ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ കളികളാണ് ഇവിടെ കളിച്ചത്. അടുത്തൊരു പേജും കൂടെ നിങ്ങൾ കാണുമ്പോഴേ എൻ്റെ കറക്റ്റ് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഞാനത് കാണിച്ചു തരാം എന്താ സംഭവം. അടുത്ത ഒരു 15-ാം തീയതി ഇതൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും. അതിലൊരു 15-ാമത്തെ ഒരു പേജുണ്ട്, അതിനകത്തിൽ എന്താ സംഭവിച്ചത് ഇത് നോക്കാം. ഈ ടേബിൾ ഇത് കുറേ ഉണ്ട്, എങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇത് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം കാണിക്കുന്നേ ഉള്ളൂ. ഇവരെന്താ ചെയ്തത്? രാവിലെ, എന്നിട്ട് ഞാൻ ചാർട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രാവിലെ 9:15 ആയപ്പോൾ ഇതാ നോക്കിക്കോ, ഇവിടെ HDFC ബാങ്ക്. ഓക്കെ, രാവിലെ 9:15 ആയപ്പം ഇവർ മണി തുടങ്ങി. ബൈ സ്റ്റാർട്ട് ടൈം കണ്ടോ, ഇത് ബൈ സ്റ്റാർട്ടിങ് ടൈം. ഇവിടെ നിധി രാവിലെ ആയപ്പോൾ എന്ത് ചെയ്തു? ഇവരെല്ലാം ബൈ 9:15 മുതൽ ബൈ ആണെന്ന് തുടങ്ങി. ആരൊക്കെ ബൈ ചെയ്ത്? HDFC ബാങ്ക്, ICICI, ആക്സസ്, SBI, കോട്ടക്, ഇൻഡസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക്, AU ബാങ്ക്, PNB, ഇവന്മാരെല്ലാം എന്ത് ചെയ്തു? അണ്ണന്മാർ കുറേശ്ശെ അരിഞ്ഞ് വാങ്ങിക്കാൻ തുടങ്ങി. ഇവർ നോക്കിക്കേ, ഇവർ എത്ര വാങ്ങിച്ചു? ഇവിടെ എത്ര കോടിക്ക് വാങ്ങിച്ച് എഴുതിയിട്ടുണ്ട്. ബൈ നമ്പർ ഓഫ് ബൈ ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് ബൈ ട്രേഡ്സ്, ഒരു മിനിറ്റ്, ബൈ ട്രേഡ് ക്വാണ്ടിറ്റി മാർക്കറ്റ് ബൈ സൈഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 5000 ബൈ INR ക്രോസ്. ഇത് ഈ ഭാഗം ഇത് ചിന്തിച്ചോണം, ഇവിടെ നോക്കിക്കോണം എത്ര കോടിക്കാണ് മേടിച്ചേ. രാവിലെ 9:15 ആയി കഴിഞ്ഞപ്പോൾ 9:15 മുതൽ 11:06 വരെ, 9:15 മുതൽ
11 മണി വരെ. ഓക്കെ, 11 മണി വരെ ഇവരെന്ത് ചെയ്തു? കുറച്ച് സാധനം മേടിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 316 കോടിക്ക് HDFC ബാങ്ക് മേടിച്ചു, 445 കോടിക്ക് ICICI ബാങ്ക് മേടിച്ചു, ആക്സിസ് ബാങ്ക് 277 കോടിക്ക് മേടിച്ചു, 217 SBI 217. അങ്ങനെ ഓരോ ബാങ്കും കുറച്ച് ഇവരെന്ത് ചെയ്തു? ഇവരുടെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവരുടെ ഈ കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലിരിപ്പുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു? ഈ രാവിലെ മുതലേ എന്ത് ചെയ്തു? കുറച്ച് ഈ സാധനങ്ങളെല്ലാം ബാങ്കിനെ എല്ലാം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? മാർക്കറ്റ് പതുക്കെ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തു? പതുക്കെ മോളോട്ട് പോകാൻ തുടങ്ങി ഇല്ലേ? കാരണം എന്താണ്? ക്യാഷ് മാർക്കറ്റിൽ ബൈ വരുവാണ് ഇവരെല്ലാം. ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ്സിനകത്ത് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഞാനൊരു സബ്ജക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ്സിനകത്തിൽ ഞാൻ വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവരെന്ത് ചെയ്തു? 9:15 മുതൽ 11 മണി വരെ ഇതെല്ലാം കുറേശ്ശെ ഈ പറയുന്ന ഇത്രയും പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തു? കുറേശ്ശെ മേടിച്ചു. അങ്ങനെ ഇവിടെ ബൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡെക്സ് ഇത് ഹെവി വെയിറ്റുകളാണ് ഇല്ലേ? ഇത് പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറുകളിലുള്ള ആകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയല്ലേ ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുള്ള സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ ഈ മാർക്കറ്റ് എന്ത് ചെയ്ത് പതുക്കെ മുകളിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ 9-11 മണി വരെ ഇവരെന്ത് ചെയ്തു? വാങ്ങിച്ച് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പൺ 1586. അന്ന് HDFC 1586 രൂപ ഉള്ളായിരുന്നു. 1586 രൂപയ്ക്ക് ഓപ്പൺ ചെയ്തു. ഹൈ പോയത് 1596 രൂപയ്ക്ക്. മനസ്സിലായി? അപ്പോൾ ഏകദേശം 10 രൂപയോളം HDFC കയറി. 10 പോയിൻ്റ് HDFC കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കയറ്റമല്ല, ഏറ്റവും ഹെവി വെയിറ്റ് സ്റ്റോക്കാണെന്ന് ആലോചിക്കണം. ഏറ്റവും വലിയ ഹെവി വെയിറ്റ് സ്റ്റോക്കാണ് നമ്മുടെ പിന്നെ HDFC ബാങ്ക് നിഫ്റ്റിയിൽ. ഏകദേശം 10-35% അതിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഇതിന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, വെയിറ്റേജ് ഉണ്ട്. മനസ്സിലായി? ഈ ICICI HDFC ബാങ്ക് കൂടാണ് എൻ്റെ ഏറെക്കുറെ ബാങ്ക് നിഫ്റ്റിയുടെ ഏറെക്കുറെ 40-45% കൈവച്ചേക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ പറഞ്ഞ HDFC ICICI കൂടെ. അപ്പോൾ ഇവരുടെ ഇവിടെ തന്നെ മേടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്യും? മേലോട്ട് പറക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കിക്കേ, ഈ ഓപ്പൺ 1586, ഇത് 1594 ICICI ബാങ്ക് 994 ഉള്ളായിരുന്നു, 1007 വരെ പോയി. കണ്ടോ? ആക്സിസ് ബാങ്ക് 1094 ഉള്ളായിരുന്നു, 1115 വരെ കൊണ്ടുപോയി. SBIനെ 627 636 കൊണ്ട്. അങ്ങനെ ഓരോന്ന് കോട്ടക്കിനെ 1819 1834. അപ്പോൾ ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? മാർക്കറ്റ് നല്ലപോലെ മേലോട്ട് പോകും. അപ്പം ഏകദേശം 10-600 പോയിൻറ്റോളം അന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ആ പോയിടത്തു നിന്നാണ് മാർക്കറ്റിന് എന്ത് ചെയ്ത്? താഴോട്ട് പൊട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് ശേഷം അവിടുന്ന് എന്ത് ചെയ്തു? അവർ വിൽക്കാൻ തുടങ്ങി. ഇവിടെ എഴുതിയിട്ടുണ്ട് സമയം 11:06. ഓക്കെ, അതിനുശേഷം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നോക്കിയില്ല, ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് സാധനം. 9:16 തപ്പിയെടുക്കണം. വിറ്റത് ഓക്കെ. അപ്പോൾ ഇത് വിട്ടേക്കാം. അപ്പോൾ ഞാൻ കാര്യം പറയാൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയിപ്പം വിറ്റത് ഞാൻ ഇതിനകത്ത് കാണിക്കാം. എവിടെ കാണിക്കാം? നമ്മുടെ ഗ്രാഫിനകത്ത് കാണിക്കാം. ഇതാണ് ഈ പറയുന്ന ഒരു ദിവസത്തെ ചാർട്ടായി കാണുന്നത്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നോക്കിക്കേ, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 9:15. പിന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 46,678. 46,678 ഓപ്പൺ ചെയ്തത്. 678 ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് 46,900 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നേരെ താഴോട്ട് വന്ന് ഏകദേശം 46,550 വരെ വന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. മുകളിലോട്ട് ഹൈ എത്ര പോയി? 47,180 വരെ. അതായത് ഏകദേശം ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ 46,600 കൂട്ടിക്കോ. 600 ഏകദേശം 600 പോയിൻറ്റോളം ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ 600 പോയിൻറ്റ്. ഓക്കെ, ഇത് 15 മിനിറ്റാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, 600 പോയിൻറ്റ് ഒറ്റ ക്യാൻഡിൽ തന്നെ ഫ്ലക്ച്വേഷൻ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വാങ്ങിയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ HDFCയും ICICI ഒക്കെ ക്യാഷ് മാർക്കറ്റിൽ വാങ്ങിച്ച് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി ആദ്യത്തെ 15 മിനിറ്റ്. അപ്പോൾ അവർ 9:15 തുടങ്ങിയെന്ന് ആലോചിക്കണം. ഓക്കെ,
അപ്പോൾ ഇത് 9:15 മുതൽ 9:30 വരെയുള്ള ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒറ്റ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അടുത്ത ക്യാൻഡിൽ വീണ്ടും വീണു, മുകളിലോട്ട് കൊണ്ടുപോയി. അടുത്തത് റെഡ് ആണെങ്കിലും മാർക്കറ്റ് താഴെ പോയില്ല. അങ്ങനെ 1, 2, 3, 4, 5, അപ്പോൾ 15, 5, 75 കഴിയുമ്പോൾ 1 മണിക്കൂർ, ഏകദേശം 1.25 മണിക്കൂറോളം മാർക്കറ്റിനെ എന്ത് ചെയ്തു, ഇവർ പതുക്കെ ബൈ ചെയ്ത് മാർക്കറ്റിനെ എങ്ങനെ തന്നെ നിർത്തി. ഏകദേശം 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ 9, 10:15, ഏകദേശം 11 മണിയായി. അവർ കറക്റ്റാണ് 11 മണി വരെ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ബാങ്കിനെ വാങ്ങിച്ച് ഇങ്ങനെ തന്നെ നിർത്തി. അതിനുശേഷം ഇവരിവിടെ എന്താ ചെയ്തത്, അപ്പം ഇവരെങ്ങനെ ഇവിടെ ചെയ്ത് ക്യാഷ് മാർക്കറ്റ് വാങ്ങിച്ചു. നിങ്ങൾ കണ്ടല്ലോ, ക്യാഷ് മാർക്കറ്റിൽ നിങ്ങൾ പൈസ കൊടുത്ത് ക്യാഷ് മാർക്കറ്റ് നമ്മൾ ഡെലിവറി എടുത്ത് വാങ്ങിച്ചതിന് ശേഷം ഈ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ ഈ പറയുന്ന ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം ഇവരുടെ കയ്യിൽ ധാരാളം ഉണ്ട്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഈ പറയുന്ന ഈ ഹെവി വെയിറ്റേജ് മെയിൻ സ്റ്റോക്കുകളെല്ലാം ഇവരുടെ കയ്യിൽ ധാരാളം. കാരണം കണ്ടില്ലേ, നിങ്ങളിപ്പം ഈ P&L എടുത്ത് നോക്കി കഴിഞ്ഞാൽ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ പിന്നെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ഫണ്ടമെൻറ്റൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും താഴെ കാണാം P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര, അല്ലെങ്കിൽ ഇവരുടെ പിന്നെ FIAസും DIAസും ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം ധാരാളം സ്റ്റോക്കുകൾ ഇവർ ഹെവി ഹോൾഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ രാവിലെ ഇത് മേടിച്ച സാധനം ഇവർക്ക് ചിലപ്പോൾ ഇൻട്രാഡേ വിൽക്കാൻ പറ്റത്തില്ല. കാരണം ഫോറിൻ ആൾക്കാർക്ക് ഇൻട്രാഡേ വിൽക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണേ. എൻ്റെ അറിവ് വെച്ചിട്ട് ഇൻട്രാഡേ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അവരുടെ കയ്യിൽ എന്തോ വേണ്ട, കയ്യിൽ അവരുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇല്ലേ, HDFCയുടെ ആയാലും ICICIയുടെ ആയാലും സാധനങ്ങളൊക്കെ പഴയ സ്റ്റോക്കുകൾ ഇവരുടെ ധാരാളം ഇരിപ്പുണ്ട്. ഇവരെന്തോ ചെയ്യും, ഈ സാധനം ഇവർ വിചാരിച്ചു ഇവിടെ പ്ലാൻ ചെയ്യുവാണ്, ഇവിടുന്ന് മാർക്കറ്റിനെ ഇവിടുന്ന് പൊട്ടിക്കണം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ നിങ്ങൾ ആലോചിച്ച് വേണം ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ റേഞ്ചിൽ ഇപ്പോൾ 47,000. ഓക്കെ, 47,000ത്തിൻ്റെ 80 സ്ട്രൈക്കാന്ന് ആലോചിച്ചോണം. 47,000ത്തിൻ്റെ പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇവരങ്ങ് വാങ്ങിക്കുക. 47,000-ന് രാവിലെ ആ സമയമാകുമ്പം ഏകദേശം ഒരു 150 രൂപയ്ക്ക് അടുത്ത് കാണും ബാങ്ക് നിഫ്റ്റിക്ക്. ഓക്കെ, ഇനിയും അതിൻ്റെ അടുത്തത് അതുമല്ല, ഇനിയിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടുന്ന് എത്ര പോയിൻ്റ് വീണു ഇവിടെ നമുക്ക് നോക്കാം. അതിന് അടുത്ത ഒരു കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, അതിപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ എത്രയാണ് മാർക്കറ്റ്, ഇവിടെ എത്രയാണ് നിൽക്കുന്നത്, 47,200, ഈ റേഞ്ച് 47,200 നോക്കിക്കേ, കണ്ടോ എവിടം വരെ മാർക്കറ്റ് പൊട്ടി, 46,000 വരെ പൊട്ടി ഇല്ലേ. 47,200 മുതൽ 46,000, 47,200 മുതൽ 46,000 വരെ പൊട്ടി. 47,200, 46,000 വരെ, 1,200 പോയിൻ്റ്. ശരിയല്ലേ? ഒന്ന് വളർന്നു നോക്കാം, എനിക്ക് തന്നെ ഡൗട്ട് തോന്നുന്നു കണ്ടിട്ട്. നിങ്ങൾ ശാന്തമായിട്ട് ശ്രദ്ധിക്കണേ. നമുക്കൊന്ന് അളന്ന് നോക്കാം ഇതിനെ, എന്ത് ചെയ്യും അളവ് പോലെ. ഓക്കെ, ഇവിടുന്ന് അല്ല, ഇവിടെ അല്ലേ, ഇവിടുന്ന് എത്ര പോയിൻ്റ്, 1,250 പോയിൻ്റ് അന്ന് പൊട്ടി. 1,250 പോയിൻ്റ്. ശരിയല്ലേ? എനിക്ക് തന്നെ ഡൗട്ട്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. ഞാൻ പറയുമ്പം ഊളത്തരായി പോകല്ലോ. ബാങ്ക് നിഫ്റ്റി ഇതെത്രയാണ്, 47,200. ഓക്കെ, 47,200, ഇത് 46,000, 1,200 പോയിൻ്റ്. കറക്റ്റാണ്, 1,200 പോയിൻ്റ് ഇവരെന്ത് ചെയ്തു, പൊട്ടിച്ചു. അപ്പോൾ ഇവരുടെ കണക്കുണ്ട്, ഇവർക്കുണ്ട് ഒരു 1,000 പോയിൻ്റ് ഞങ്ങളിന്ന് പൊട്ടിക്കും എന്ന് ഇവർ വിചാരിച്ചോ. ഞാൻ പറയാൻ പോകുന്ന സംഗതി ശ്രദ്ധിച്ച് കേട്ടോണം. ഇവർ ഇത്രയും മാർക്കറ്റിനെ ഇവിടെ കൊണ്ടുവന്നു, 600 പോയിൻ്റുള്ള മാർക്കറ്റിനെ മുകളിലോട്ട് കയറ്റി. ഓക്കെ, ഇവരുടെ കൈ ഉള്ള സ്റ്റോക്ക് ഇവർ വാങ്ങിച്ചു, ഇവിടെ പല ബാങ്കുകളെ വാങ്ങിച്ച് മാർക്കറ്റിനെ ഇവിടെ 600 പോയിൻ്റ് മേലോട്ട് കയറ്റി. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിന് ശേഷം അപ്പോൾ ഇവർക്കെല്ലാം ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇവർക്ക്. അപ്പോൾ ഇവർ വിചാരിക്കുക ഈ 600 പോയിൻ്റ് 1,000 പോയിൻ്റ് ഞങ്ങൾ ബാങ്ക് നിഫ്റ്റി പൊട്ടിക്കാൻ പോകാമെന്ന് ഇവർ തീരുമാനം എടുത്തേക്കുക എന്ന് വിചാരിച്ചു. 1,000 പോയിൻ്റ് അപ്പോൾ 1,000 പോയിൻ്റ്, 1,200 പോയിൻ്റ് പൊട്ടി എങ്കിൽ ബാക്കി റീറ്റെയിലേഴ്സിന് സംഭാവന എന്ന് വിചാരിച്ചു. 1,000 പോയിൻ്റ് പൊട്ടിക്കണം എന്ന് വിചാരിച്ചു. ഇവിടെ നിൽക്കുന്ന ഇവിടെ എത്രയാണ്, ഇവിടെ എത്രയാണ്, ഇത് ഈ പോയിൻ്റ് എത്രയാണ്? ഓക്കെ, 47,200. ഓക്കെ, ആലോചിച്ചോളാം നിങ്ങൾ, 47,200. 47,200 ഇവിടുത്തെ ATM സ്ട്രൈക്ക്. ഇവിടെ നിൽക്കുക, മാർക്കറ്റ് ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചു. 47,200. ഈ 47,200-ന് 46,200, 1,000 പോയിൻ്റ്. ഓക്കെ, 1,000 പോയിൻ്റ് ഞങ്ങൾ പൊട്ടിക്കാൻ പോവുക. 46
മാർക്കറ്റിനെ 46,200 കൊണ്ടുവരാൻ പോവുക. മാർക്കറ്റിനെ 47,000 ഇവിടെ നിൽക്കും. 47,200 ശ്രദ്ധിച്ച് കേൾക്കണം. 47,200 മാർക്കറ്റ് നിൽക്കുക അവിടെ. ഓക്കെ, ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇതിനെ 1000 പോയിൻറ്റ്, ഇവന്മാർ 1000 പോയിൻറ്റ് പൊട്ടിക്കാൻ പോകുന്നു. അപ്പോൾ എത്രയായി? 46,200 മാർക്കറ്റിനെ കൊണ്ടുവരണം. ക്ലിയർ ആണേ? ഇത്ര മനസ്സിലായല്ലോ. 47,200 മാർക്കറ്റ് നിൽക്കുന്നു. 1000 പോയിൻറ്റ് ഞാൻ പൊട്ടിക്കാൻ പ്ലാൻ ചെയ്യുന്നു. 46,200 മാർക്കറ്റ് വരണം. ഓക്കെ, ഇവിടെ ഇപ്പം ഇവിടെ നിൽക്കുന്നത് പിന്നെ 47,200. 47,200 എന്ന് പറയുന്നത് ATM സ്ട്രൈക്കാണ് ഇല്ലേ? ATM സ്ട്രൈക്കാണ്. 47,200 ATM സ്ട്രൈക്കിന് ഇപ്പോൾ ഒരു 150 രൂപ എന്ന് വിചാരിച്ചു. 150 രൂപ ATM സ്ട്രൈക്കിന് അന്നത്തെ എക്സ്പയറി ഡേയിൽ 150 രൂപയേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്തു? താഴോട്ട് വരുമ്പം ഓരോ സ്ഥലത്തും ഇവിടെ 150 രൂപയ്ക്ക് വിറ്റു, ഇവിടെ 150 രൂപയുടെ കുറേ എടുക്കും, ഇവിടെ ഒരു കുറച്ചുകൂടി താഴോട്ട് കഴിഞ്ഞാൽ ഒരു 100 രൂപയ്ക്ക് കൂടെ കിട്ടും, കുറച്ചുകൂടെ താഴോട്ട് വരുമ്പം ഒരു 50 രൂപയ്ക്ക് കൂടെ കിട്ടും, കുറച്ചുകൂടെ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ 10 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെ കിട്ടും. 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ഇവിടുത്തെ ഇവിടെ ഈ 46,200 ചിലപ്പം 10 രൂപ 20 രൂപയൊക്കെ കാണത്തുള്ളായിരിക്കും. മനസ്സിലായില്ലേ? ഈ സാധനത്തിനെ ഇവിടുന്ന് പൊട്ടിച്ച് താഴോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ATM തന്നെ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഈ 1,150 രൂപ എന്നുള്ളത് ചിലപ്പോൾ 1000 രൂപയൊക്കെ ആയിത്തീരും. ബാങ്ക് നിഫ്റ്റിയിൽ 1000 രൂപയൊക്കെ ഈ 150 രൂപ ഇവിടെ ഈ 1000 പോയിൻറ്റ് പൊട്ടിക്കഴിയുമ്പം ഒരു പക്ഷേ 1000 1,200 ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇവിടെ 50 രൂപയ്ക്കൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം 500 രൂപയൊക്കെ ആകാനുള്ള വഴിയുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സാധനം ഇവിടെ വരെ വരുമ്പോഴത്തേക്കും വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ഇവർക്ക് കിട്ടും. ബാങ്ക് നിഫ്റ്റി 1000 പോയിൻറ്റ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ 1000 പോയിൻറ്റ് നമ്മൾ ട്രേഡ് ചെയ്തെത്താൻ നമുക്ക് എന്തുമാത്രം പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ബോണസായിട്ട് വേറൊരു സാധനം കൂടെ കിട്ടും. ഇവരെന്തോ ചെയ്യും? ഈ സാധനം ഇവിടെ ബൈ ചെയ്ത് മാത്രമല്ല ചെയ്ത്, ഇവിടെ കോൾ ഓപ്ഷൻ സെല്ലും കൂടെ ചെയ്യും. കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എന്താ ഗുണം ഞങ്ങൾ പറഞ്ഞുതരാം എന്താണ്. അവിടെയാണ് ഏറ്റവും വലിയ ഗെയിം. ഇവിടെ പുട്ട് ഓപ്ഷൻ മേടിച്ചു, ബൈ ചെയ്തു, നമുക്ക് വില കിട്ടി. പക്ഷേങ്കിൽ ഇവിടെ കോള് സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവരെന്തോ ചെയ്യും? ഇൻ ദ മണി കോൾ സെല്ല് ചെയ്യും. ഇപ്പം ഇവിടുത്തെ കോളിന് ഞാൻ പറഞ്ഞു ഇവിടുത്തെ കോളിന് നിങ്ങൾ എഴുതി കഴിയുക. ഇവിടുത്തെ കോളിന് ഇപ്പം ഇവിടെ ഒരു കോളിന് ഒരു ATM അല്ലേ, ഇപ്പോൾ ഏകദേശം ഇവിടെ ഈ കോളും പുട്ടും ഒരുപോലെ ആയിരിക്കുമല്ലോ. ഏകദേശം ഒരു 100 രൂപ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 120 രൂപ എന്ന് വിചാരിച്ചു. ഇവിടുത്തെ കോളിന് ഇവിടുത്തെ സിക്ക് എന്താണ് 120 രൂപ. ATM സ്ട്രൈക്ക് ഇവിടെ 120 രൂപയാണ്. പക്ഷേ ഇത് ഇന്തമണി ആകുമ്പോഴോ താഴോട്ട് വരുമ്പോൾ ഇന്തമണിയാവും. ഇതില്ല, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ITM ആയിട്ട് മാറും ഇല്ലേ? ഏകദേശം ഈ ഒരു 500 റേഞ്ചിനൊക്കെ ഒരു 500 രൂപ. ഇപ്പോൾ 1000 പോയിൻറ്റ് പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഇത് 46,200 ഇവർ 45,000 വരെ മാർക്കറ്റിനെ കൊണ്ടുവരാം. 1000 പോയിൻറ്റ് 45,200 വരെ പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഈ പൊട്ടിക്കാൻ തീരുമാനിക്കുമ്പം ഇവരെന്തോ ചെയ്യുന്നത്? ഇൻ ദ മണി ഇവിടെ 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 120 രൂപയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പം 500 പോയിൻറ്റിന് താഴെ ചിലപ്പോൾ 600 രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ വില. സിയുടെ വില, സെല്ല് ചെയ്യാൻ പോവുക. ഈ കോളിൻ്റെ വില വെറും 600 രൂപയായിരിക്കും. ഇവിടെ ഈ 120 രൂപ സാധനത്തിന് 600 രൂപയായിരിക്കും. കാരണം എന്താ? ഇത് ഇന്തമണിയാണ് ഇല്ലേ? ഇന്തമണിയാണ്. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ 1000 പോയിൻറ്റ് താഴേക്ക് വരുവാണെന്ന് ചിലപ്പോൾ 1000 രൂപയായിരിക്കും ഈ ഒരു ഓപ്ഷൻ്റെ വില. കാരണം ഇന്ന് 1000 പോയിൻറ്റ് താഴെ നിങ്ങൾ ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1000 രൂപയെങ്കിലും, കാരണം താഴോട്ട് ഇരുന്നതോടെ ഇന്തമണിയല്ലേ, ഡീപ്പ് ഇന്തമണി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ അടുത്ത ഒരു 1000 പോയിൻറ്റിന് താഴെയൊക്കെ ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് ചിലപ്പോൾ 750 രൂപ 800 രൂപ 900 രൂപയൊക്കെ കാണും. ഇവരെന്തോ ചെയ്യും? ഈ സാധനം എല്ലാം സെല്ല് ചെയ്യും. മനസ്സിലായി പറഞ്ഞ? ഈ ഡീപ്പ് ഇന്തമണി എല്ലാം ഇവരെന്തോ ചെയ്യും? സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? അരിഞ്ഞ് ഇവർ താഴോട്ട് പതുക്കെ കൊണ്ടുവരുന്നുള്ളൂ. ഒറ്റയടിക്ക് പൊത്തോന്ന് കൊണ്ടുവരുമല്ല. ആണോ? അല്ല, വീണ് എഴുന്നേറ്റ് പതുക്കെ ഇവരെ പൊട്ടിച്ച് 1000 പോയിൻറ്റ് പൊട്ടിക്കുന്നു. ഏകദേശം ഇപ്പോൾ ഇവരിവിടെ 46,200 എടുത്തത് ഇല്ലേ? 45,200 വന്നാൽ 45,200 വന്നാൽ ഇതിന് മുകളിലുള്ള എല്ലാ സ്ട്രൈക്കും 0 ആയിട്ട് മാറും. ശരിയല്ലേ പറഞ്ഞേ? ഇല്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. അത് ഈ പുട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ കോൾ സെല്ല് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ 46,200 ഇല്ലേ? ഇതിൻ്റെ വില, ഇത് ATM സ്ട്രൈക്കാണ്. ഇതിൻ്റെ ഇവിടുത്തെ സിയുടെ വില 120 രൂപ എന്ന് വിചാരിച്ചു ഇല്ലേ? പിന്നെ ഒരു 46,200 120 രൂപ. അപ്പോൾ 46,000 ആണെങ്കിലോ
46,000 ആണെന്നുണ്ടെങ്കിൽ ഇത് ഇന്തമണിയായി ഇല്ലേ. അപ്പോൾ ഈ ചിലപ്പോൾ ഒരു 180 രൂപ ആകുമായിരിക്കും ഈ സിയുടെ വില. പിന്നെയും കുറച്ച് വരിക, പിന്നെയും കൂടെ 45,800 എന്ന് വരുമെന്ന് വിചാരിച്ചു. 45,800 വരുവാണെന്ന് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ വില ചിലപ്പോൾ 250 രൂപയായിരിക്കും ഇല്ലേ. അങ്ങനെ ഇന്ത മണി താഴോട്ട് വരുന്നതോറും ഇതിൻ്റെ പ്രൈസ് എന്തോ ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും ഇല്ലേ. അങ്ങനെ ചിലപ്പോൾ ഈ 45,200 1000 പോയിൻ്റ് അല്ലേ, 46,200 അല്ലേ, 45,200 സി എന്ന് വെച്ചാൽ ഡീപ്പ് ഇന്ത മണിയാണ് ഇല്ലേ. അതിൻ്റെ വില ചിലപ്പോൾ ഒരു 750 രൂപയോ 800 രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആൾ. ഇവന്മാരെന്തോ ചെയ്യും, ഈ സാധനം എടുത്തിട്ട് വിൽക്കും. മനസ്സിലായോ പറഞ്ഞേ? ഈ സാധനം എടുത്തിട്ട് വിൽക്കും, സെല്ല് ചെയ്യും. എന്ത് ചെയ്യും, ഈ മാർക്കറ്റ് ഇവിടെ താഴോട്ട് വരും തോറും ഇതിൻ്റെ പ്രീമിയം എന്ത് ചെയ്യും, കുറഞ്ഞ് 750, 700, 650, 600, 500, 400 പറഞ്ഞ് ഏകദേശം ഈ 45,200 റേഞ്ചിലെത്തുമ്പോൾ ഏകദേശം ഈ 600, 750 വിറ്റ സാധനത്തിൽ ചിലപ്പോൾ 100 രൂപയായിട്ട് മാറും ഇല്ലേ. പിന്നെയും മാർക്കറ്റ് താഴെ പോയി, ഏതെങ്കിലും കാരണവശാൽ 45,200 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് 0 ആയിട്ട് മാറും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഹ്യൂജ് പ്രോഫിറ്റാണ് ഇവർക്ക് കിട്ടുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഞാൻ. മനസ്സിലായേ? സാധനം അവിടെ പോയോ? അത് പിന്നെ അവിടെ പോയി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മാർക്കറ്റിനെ 1000 പോയിന്റ് പൊട്ടിച്ച് മാർക്കറ്റിനെ പതുക്കെ എന്ത് ചെയ്തു, മാർക്കറ്റിനെ ഇവിടുന്ന് മോളോട്ട് പതുക്കെ താഴോട്ട് കൊണ്ടിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏകദേശം ഇത് 46,000, ഇത് ഈ റേഞ്ച് 46,000, 46,200 നമ്മൾ പറഞ്ഞത് അല്ലേ. 46,200 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇതാണ് 46,200, 46 ഇത് 46,200, ഇത് 47,200 ഇല്ലേ. എനിക്ക് തെറ്റിപ്പോയി മുമ്പ്, 47,200. ഇവിടുന്ന് ഇവിടം വരെ 1000 പോയിൻ്റ് ഉണ്ട് ഇല്ലേ. ഞാൻ ഈ 46,200 അങ്ങ് കോള് സെല്ല് ചെയ്യുക, ഞാൻ സെല്ല് ചെയ്യുക ഇല്ലേ. 46,200 എന്ന് പറയുമ്പോൾ ഡീപ്പ് ഇന്ത മണിയാണ്. ഇതിന് ഏകദേശം 750 രൂപ അല്ലെങ്കിൽ 800 രൂപ വില കാണും ആ സമയത്ത്. എടുത്ത് നോക്കില്ല, നമുക്ക് ചാർട്ട് നോക്കാമെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. 800 രൂപ, ഈ 800 രൂപയ്ക്ക് ഞാനിവിടെ സെല്ല് ചെയ്യുന്നത് ഇല്ലേ. ഇവൻ പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുന്നതോറും എന്ത് ചെയ്യും, ഇവൻ കുറഞ്ഞ് ഇവിടെയൊക്കെ ആടി കളിക്കുമ്പോഴൊക്കെ ഈ പ്രീമിയം ഉരുക്കി തീരുക, ഉരുക്കി 46,200 താഴെ വന്ന ക്ലോസ് ചെയ്ത് 46,000 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, 46,000. അപ്പോൾ ഈ 46,200 മേടിച്ച സാധനമോ 0 ആയി തീരും ഇല്ലേ. 800 രൂപ എന്നുള്ളത് വെറും 0 ആയി തീരും. 800 പോയിൻ്റ് ഒരു ലോട്ടിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലോട്ടുകളാണ് ഇവർ കോള് സെല്ല് ചെയ്യുകയും പുട്ട് ബൈ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ലാഭം ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒരു ദിവസത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, ഒരു ദിവസത്തെ കാര്യം. ഈ മാർക്കറ്റിനെ എങ്ങനെ താഴ്ത്തു കൊണ്ടിരുന്നത്, അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ അവർ വിൽക്കുന്നു, ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ഫ്യൂച്ചർ സെല്ല് ചെയ്യും. സെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് താഴോട്ടുള്ള സെല്ലിംഗ് പ്രഷർ വരും. അല്ലെങ്കിൽ കയ്യിരിക്കുന്ന സ്റ്റോക്ക്, അവരുടെ സ്റ്റോക്ക് ധാരാളം ഡെലിവറി ഇരിപ്പുണ്ട്, ആ സ്റ്റോക്ക് എടുത്തിട്ട് അവർ വിൽക്കുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ വിറ്റ് കഴിഞ്ഞാലും വലിയ നഷ്ടം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന ഞാൻ മുമ്പേ അവിടെ കാണിച്ചില്ലേ തമ്മിലുള്ള വ്യത്യാസം. അവിടെ 7,000 കോടി ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 50 കോടി നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ 600 കോടി അവർക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻ അതിൽ ലാഭം കിട്ടും. മനസ്സിലായി പറഞ്ഞേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞേ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് നിഫ്റ്റിയും ചെയ്യാൻ പറ്റും. മനസ്സിലായി പറഞ്ഞേ. ഇതേ സംഭവം തന്നെ അവർക്ക് നിഫ്റ്റിയും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ ഇതല്ലേ, നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടം നോക്കാം. ഇതേ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടം നോക്കാം. ഇതേ സംഭവം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് എത്രയായിരുന്നു ഓർമ്മ വേണേ, 17/1. ഓക്കെ, നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് 17/1. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്നും പോയി പരീക്ഷിച്ച് നോക്കാം, നോക്കിയിട്ടില്ല ഞാൻ. ഇതാ നോക്ക്, നിഫ്റ്റി അതുപോലെ തന്നെ, നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവർക്ക് ബോണസ് കിട്ടി കണ്ടോ. അവരെന്ത് ചെയ്തു, നിഫ്റ്റിയിൽ ഇത് തന്നെ ചെയ്യും. അവർ ബാങ്ക് നിഫ്റ്റി മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ കാര്യം എന്താ, ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണ്. അവർക്ക് നിഫ്റ്റിക്കകത്തിലും ഇവർക്ക് തുല്യ പ്രാധാന്യമുണ്ട്. ഈ പറയുന്ന ബാങ്കിങ് സ്റ്റോക്ക്, ആ പറയുന്ന HDFC ആയാലും ICICI ആയാലും ആക്സിസ് ബാങ്ക് അതിനെല്ലാം നിഫ്റ്റിയിലുള്ളതല്ലേ, ഹെവി വെയിറ്റേജ് സ്റ്റോക്കല്ലേ. അവിടെ നിഫ്റ്റി എന്ത് ചെയ്തു, ഫോൾ ചെയ്തു. നിഫ്റ്റി എത്ര ഫോളായി നോക്കുക, നമുക്ക് ആ ദിവസം നിഫ്റ്റി എത്ര ഫോൾ അയക്കുന്നത് നോക്കാം. എത്രയാണ് ഫോൾ അയക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 300 പോയിൻ്റ് നിഫ്റ്റി അന്ന് വീണു ഇല്ലേ. ഈ പറഞ്ഞ പോലെ ആന മോളോട്ട് പോയി. അതിനുശേഷം അവർ ഈ നിഫ്റ്റിയിൽ എന്താ ചെയ്യുന്നത്, ഇവിടെ നിഫ്റ്റിയിലും അവരിവിടെ എന്ത് ചെയ്യും, കോള് ഇവിടുത്തെ ഇപ്പം 21,800 ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം
21,500 ആ റേഞ്ചിൽ എത്ര നോക്കട്ടെ, 21,550, 21,550 ക്ലോസ് ചെയ്തേക്കുന്നത്. 21,550 നോക്കിക്കേ, 21,550. ഓക്കെ, ഇവിടെ മുകളിലോ 21 എത്ര പറഞ്ഞു ഞാൻ, 21,850, 21,850 ഇല്ലേ, 300 പോയിൻ്റ് വീണു. ഇവരെന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, പുട്ട് ബൈ ചെയ്യും. നിഫ്റ്റിയിലും, ബാങ്ക് നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റിയിലും എന്ത് ചെയ്യും, പുട്ട് ഇവർ ബൈ ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡീപ്പ് ഇന്തമണി അവരെന്ത് ചെയ്യും, കോൾ സെല്ല് ചെയ്യും. ഇവിടെ 21,500 21,500 21,600 550 രൂപ വന്നു, 21,600 കൂട്ടിക്കോ, 21,600 അവരെന്ത് ചെയ്യും, കോൾ സെല്ല് ചെയ്യും. 21,600 കോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 300 രൂപ 250 രൂപയൊക്കെ ആയിരിക്കും. ആ സാധനം 300 രൂപ എന്നുള്ള സാധനം എന്ത് ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, 0 ആയി തീരും. അപ്പം ഡബിൾ ബോണസായി അവർക്ക്. മനസ്സിലായി, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. മനസ്സിലായേ? അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് അവർ കാശുണ്ടാക്കിയത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പം നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോണം, എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്, മാർക്കറ്റിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ഇതുകൊണ്ടെങ്കിലും മനസ്സിലാക്കണം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടിത് കമൻറ്റ് ചെയ്യുക. മനസ്സിലായി സാറേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, പറഞ്ഞ മുഴുവൻ മനസ്സിലായി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.